Hi, Namaste, welcome back to my channel Vinchera. 1 minute സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി, അതായത് 1 minute ചാർട്ടിലൂടെ നമുക്ക് ഓപ്ഷൻസിൽ പെട്ടെന്ന് മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. റിസ്ക്കിയാണ്, പക്ഷേ മോർണിംഗിൽ ഒരു 11 o'clock മുൻപ് തന്നെ നമുക്ക് ആക്ച്വലി ട്രേഡ് എടുത്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് 1 minute. അപ്പോൾ അത് ഏതൊക്കെ സിഗ്നൽ എടുക്കണം, ഏതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അതേപോലെ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ലൈവിൽ കാണിച്ചിരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th ജൂലൈയിലെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാപ് ഡൗണിൽ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഓപ്പണായി ഗ്യാപ് ഡൗണിൽ കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ വന്ന സിഗ്നലിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് പോയത്. അപ്പം ഹോൾഡ് ചെയ്ത് നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ ഓപ്ഷനിൽ ഹോൾഡ് ചെയ്യുന്ന റിസ്ക്കിയാണ്. അപ്പോൾ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് പോയിട്ട് 100-200 പോയിന്റോളം അടിച്ച് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 700 പോയിന്റോളം അടിച്ച് താഴെ ബാങ്ക് നിഫ്റ്റി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സപ്പോർട്ട് ബ്രേക്ക് നമുക്ക് കൺഫേം ആയിട്ട് ട്രേഡ് എടുത്തപ്പോൾ അവിടെ നിന്ന് ഷുവറായിട്ട് നമുക്കൊരു 200 പോയിന്റ്സിൻ്റെ മേളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ഹ്യൂജ് റിട്ടേൺസ് ആണ്. രണ്ടാമത് പിന്നെ അടിച്ചിറങ്ങി, പിന്നെ അവിടെ ഒരു ബൈ ട്രേഡ് കയറി. അപ്പോൾ 11 o'clock മുന്നേ 2 ട്രേഡ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കോളും പുട്ടും രണ്ടും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമുക്ക് 50 to 600 മോർണിംഗിൽ ആ ഡൗൺഫോളിൽ വന്ന പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ട്രേഡ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 403 നമ്മൾ ബ്രേക്ക് ചെയ്ത് നേരെ 625 വരെ പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഹ്യൂജ് റിട്ടേൺസ് ആണ് നമുക്ക് ആ ഒരു ബ്രേക്കിൽ കിട്ടിയത്. പിന്നെ പുൾ ബാക്ക് അടിച്ചിട്ട് മാർക്കറ്റ് ഇറങ്ങി, അവിടുന്ന് 506 വരെ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു കയറി, പിന്നെ 604 വരെ അവിടുന്ന് 100 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ട്രേഡ് ആ പുട്ട് നമുക്ക് മാർക്കറ്റ് ഡൗണിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കോൾ ഓപ്ഷൻ നമുക്ക് 200 പോയിന്റ്സ് അവിടെ ബാങ്ക് നിഫ്റ്റി കയറിയിട്ടുണ്ട്. എന്തായാലും ഷുവറായിട്ട് നമുക്ക് 2 ട്രേഡിന് ഹ്യൂജ് റിട്ടേൺസ് മോർണിംഗിൽ തന്നെ എടുക്കാൻ സാധിച്ചു. നമ്മുടെ ചാർട്ടിന് മുന്നിൽ ഒരുപാട് നേരം ഇരുന്നില്ല. ആ ബ്രേക്ക് ഔട്ട് പിടിച്ചു, പുൾ ബാക്ക് ഐഡന്റിഫൈ ചെയ്തു, നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് നമുക്ക് അതായത് ചാർട്ട് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഇറങ്ങി, ഇനി നെക്സ്റ്റ് എൻട്രി എവിടെ നിന്ന് എടുക്കുന്ന കൺഫ്യൂഷനേ വേണ്ട. പുൾ ബാക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ ഈ ഒരു ഇറക്കത്തിൽ നിങ്ങൾ മിസ്സായവർക്ക് നെക്സ്റ്റ് ബാക്ക് അടിച്ചിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഒരു 100 പോയിന്റ്സോളം ഷുവറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രേഡ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് എക്സിറ്റ് ചെയ്യാൻ 1 minute സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് കറക്റ്റായിട്ട് അതിനകത്ത് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും ചെക്ക് ചെയ്യാനുള്ള ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് ലൈവ് റേറ്റ് ഇപ്പോൾ ഇത് മോർണിംഗ് മൊമെൻ്റാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ലൈവ് റേറ്റ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം ബാങ്ക് നിഫ്റ്റി നടക്കുന്ന ഒരു സെൽ ട്രേഡാണ്. ഇപ്പോൾ സെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ സെല്ല് വന്നു, നമുക്ക് ആക്ച്വലി സപ്പോർട്ട് എടുക്കാനായിട്ട് നോക്കി, മാർക്കറ്റ് തിരിച്ചങ്ങാൻ നോക്കിയിട്ട് പിന്നെ ബാക്ക് അടിച്ചു. ഇപ്പോൾ 11 o'clock ശേഷം നമ്മൾ ഈ 1 minute സിഗ്നൽ നോക്കരുത്, അപ്പോൾ കൺഫ്യൂഷൻ ആവും. ആ മോർണിംഗ് ട്രേഡ് മാത്രം നോക്കി, മോർണിംഗ് 11 o'clock മുമ്പ് മാത്രം വരുന്ന സിഗ്നൽ നോക്കിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ കളർ ഗ്രീൻ വേണം താഴെ. ഇപ്പോൾ ഒരു ബൈ സിഗ്നൽ ആണെങ്കിലും സെല്ലാണെങ്കിലും ഇപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് സെല്ല് വന്നാൽ മേളിൽ താഴെ നമുക്ക് അതിൻ്റെ ടാർഗറ്റും ഡീറ്റെയിൽസും കൊടുക്കും. അപ്പോൾ സെല്ല് കൺഫേം ആണ്. ഇപ്പോൾ ഇവിടെ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ കളർ റെഡ്, താഴെ റെഡ് സെൽ സോണും വന്നാലേ എടുക്കാവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സൈഡ് വേസ് കാണിക്കുമ്പോൾ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യുന്ന പോർഷൻ പിടിക്കുക, അതാണ് ആക്യുറസി. ഇത് 3 മണിക്ക് ശേഷം വന്ന സിഗ്നലാണ്. അത് അടിച്ചിറങ്ങി ഓപ്പൺ ആയിട്ട് പിന്നെ സപ്പോർട്ട് എടുത്ത് ഇവിടുന്നാണ്. അപ്പോൾ അവിടുന്നാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിലിന് എൻട്രി ഉള്ളൂ. അവിടെ നമുക്ക് മാർക്കറ്റ് നല്ല രീതിക്ക് 200 പോയിന്റ്സ് മേലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്രയ്ക്ക് നല്ല റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സ്റ്റോക്കിൽ ഇതേപോലെ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ മോർണിംഗിൽ മൊമെൻറ്റ് വരുന്ന സ്റ്റോക്കിൽ നമ്മുടെ സോഫ്റ്റിൻ്റെ സ്കാനറിലൂടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്കാനർ 1.1, നമുക്ക് ടോട്ടൽ 8 സ്ട്രാറ്റജികളുണ്ട്, 2 സ്കാനറുണ്ട്. നമുക്ക് ഏതൊക്കെ ഫസ്റ്റ് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ട്രെൻഡ് അറിയാൻ നമ്മൾ സ്കാനർ 1.1 സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ സ്ട്രോങ് ബുള്ളിഷ് ഉള്ളതും ബിയറിഷ് ഉള്ളതും നമുക്ക് ആരോ കൺഫർമേഷനിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ട്രേഡ് മിസ്സാകാതെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ അംബുജാ സിമെൻറ്റിൽ വന്ന പെർഫോമൻസ് പോലെ മോർണിംഗിൽ തന്നെ പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആക്ച്വലി ആ ഒരു സ്കാനർ സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് ആക്ച്വലി കറക്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് ലൈവിൽ കാണിച്ചു തരാം. അപ്പോൾ സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന രീതി, കൺഫർമേഷൻസ്, പിന്നെ ബ്രേക്ക് എക്സിറ്റ് ചെയ്യുന്ന ഏത് പോയിന്റിലാണ്. ഇപ്പോൾ എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻ വൈസ് മൊമെൻറ്റ് നമുക്ക് വാച്ച് ചെയ്യാം. മാർക്കറ്റിന് അപ്പ് ഡൗൺസ് ആണ്. അപ്പോൾ അത് ആ പോയിന്റ് വെച്ചിട്ട് നമുക്ക് പുൾ ബാക്ക് അടിക്കുന്ന പോർഷനിൽ എക്സിറ്റ് അടിച്ച് വിടാം, അല്ലെങ്കിൽ സൈഡ് വേസ് നോക്കാം. ഇപ്പം നമുക്ക് മാർക്കറ്റ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ട്രെൻഡി മാർക്കറ്റ് അല്ല, റേഞ്ച് മാർക്കറ്റൊക്കെയാണ്, സൈഡ് വേസ് വഴി നമുക്ക് എക്സിറ്റ് സിമ്പിൾ പിടിക്കാൻ പറ്റും. പിന്നെ അതല്ല നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാർ, പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ ചേഞ്ച് ആകുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പുൾ ബാക്ക് വന്നെങ്കിൽ തിരിച്ച് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു നമ്മൾ പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്യാൻ നമുക്ക് ചെറിയ സ്കാൽപ്പിംഗ് ട്രേഡൊക്കെ ആണെങ്കിൽ നമുക്കിത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് കുറച്ചുകൂടെ ലോങ് പോർഷനിലേക്ക് നോക്കുന്നവർക്കൊക്കെ എക്സിറ്റ് ചെയ്യുമ്പോൾ താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കി ചേഞ്ച് ആവുന്നവരെ ഹോൾഡ് ചെയ്ത് വെക്കണം.
വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. കൂടുതലും നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്കറ്റിന് അപ് ഡൗൺസ് ആണ്. അപ്പോൾ കുറച്ചൊന്ന് കയറാൻ ശ്രമിക്കുമ്പോൾ ട്രെൻഡ് ലൈൻ ചേഞ്ച് ആവുകയാണെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു വിടാം. ഓക്കെ, അപ്പോൾ ഇതിൽ ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 8 സ്ട്രാറ്റജിയും 2 സ്കാൻ അടങ്ങുന്ന ഫുൾ പാക്കാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഉള്ളത്. ഓക്കെ, താങ്ക് യു.